Wolof, Kerala, Tamil Nadu and all. I said, thank you very much. വീണ്ടും വരണമെന്ന ആഗ്രഹമുണ്ട്, നിങ്ങളെയെല്ലാം കാണണമെന്നും. എല്ലാവരോടും നന്ദി അറിയിച്ചാണ് ഫ്രഞ്ച് പൗരനായ ചൗറുഖ് ഐസിയ യാത്ര തിരിച്ചത്. കുടുംബത്തിനൊപ്പം ഇന്ത്യയിലെത്തിയതാണ്. 2 ആഴ്ച ഗോവയിൽ താമസിച്ച ശേഷം കുടുംബം മടങ്ങി. പലയിടത്തും കറങ്ങിയാണ് ഐസിയ അവശനിലയിൽ കോഴിക്കോട്ടെത്തിയത്. പാസ്പോർട്ട് അടക്കം രേഖകളെല്ലാം അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടിരുന്നു. കാണാതായ ബാഗ് റെയിൽവേ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ആശ്വാസമായി. ഗോകർണത്തേക്ക് പോകണമെന്നാണ് ഐസിയ ആവശ്യപ്പെട്ടത്. എംബസിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. ഇപ്പോൾ വാലിഡായ വിസയുണ്ട്, അദ്ദേഹത്തിന് ഏപ്രിൽ വരെ വിസയുണ്ട്. തുടർന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഗോവർണയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തു കൊടുത്തു. ചൗറുഖ് ഐസിയയ്ക്ക് അൾജീരിയൻ പൗരത്വം കൂടിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുൽ കെ വി ഉണ്ട് നമുക്കിപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ വളരെ അദ്ദേഹം ഇവിടെ കേരളത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്നതും ആ ഒരു സംഭവം അത് എന്തുവായിരുന്നു രാഹുൽ? സേതു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു ഉദാഹരണമായി ഒന്ന് കരുതി നോക്കുക. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു, അറിയാത്ത ആളുകൾ, അറിയാത്ത ഭാഷ, ആരോഗ്യനില വളരെ മോശം. അങ്ങനെയൊന്നും ഒറ്റപ്പെട്ടു പോയാൽ, അവിടെ പെട്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചൗറുഖ് ഐസിയെ സംബന്ധിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയതിന് ശേഷം യാതൊരു കുറവും അനുഭവപ്പെട്ടില്ല എന്നതാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുടുംബസമേതം ഇന്ത്യയിലേക്ക് വന്നതാണ്. മുംബൈയിൽ വന്നു, കുടുംബവും ഒത്ത് ഗോവയിൽ 2 ആഴ്ച താമസിച്ചു. കുടുംബം അവിടെ നിന്ന് തിരിച്ചുപോയി. ചൗറുഖ് അവിടെ നിന്ന് കർണാടകയിലേക്കാണ്, ഒരു ഉത്സവം കാണുന്നതിന് വേണ്ടി കർണാടകയിലേക്ക് എത്തുന്നു. പിന്നീട് പല സ്ഥലങ്ങളിലായി കറങ്ങി അങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ മാസം 1-ാം തീയതി ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരികയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു ബാഗ് ഉണ്ടായിരുന്നു, തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെയുള്ള. പിന്നീട് ആശുപത്രിയിൽ നിന്ന് പോകുന്നു, വീണ്ടും അവശനിലയിലാകുന്നു. ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ രണ്ടാമതായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ ബാഗ് നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. അപ്പോൾ ആദ്യം ഉള്ള മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിനായി ഇടപെടുന്നത്. പിന്നീട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടുന്നു. എല്ലാ ചികിത്സയും അതുപോലെ മറ്റു ആവശ്യങ്ങളിലെല്ലാം അതിനുള്ള ചിലവൊക്കെ ടൂറിസം വകുപ്പാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ചികിത്സ പൂർത്തിയാക്കി ആരോഗ്യവാനായ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഗോകർണത്തേക്ക് പോകണമെന്നാണ്. അതായത് ഗോകർണത്ത് പോകണം, അവിടെ കുറച്ചുനാൾ ധ്യാനം ഇരിക്കണം എന്നൊരാവശ്യമാണ് DTPC ഉദ്യോഗസ്ഥരോട് ചൗറുഖ് ഐസിയ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗോകർണത്തേക്കുള്ള റെയിൽവേ ടിക്കറ്റ് ഒക്കെ എടുത്താണ് ചൗറുഖിനെ യാത്രയാക്കിയത്. അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അദ്ദേഹത്തെ പരിചരിച്ച നഴ്സുമാരൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് ഈ ചൗറുഖിനെ യാത്രയാക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ കോഴിക്കോട്ട് ചൗറുഖ് ഐസിയയ്ക്ക് ഉണ്ടായില്ല എന്ന് തന്നെയാണ്. ഈ ഫ്രഞ്ച് പൗരനാണ്, ഒപ്പം അൾജീരിയൻ പൗരത്വം കൂടിയുണ്ട്. ഏപ്രിൽ വരെ ഇന്ത്യയിൽ തുടരാനുള്ള വിസ കാലാവധിയും അദ്ദേഹത്തിനുണ്ട്. ഗോകർണത്ത് കുറച്ച് ദിവസം ഉണ്ടാകും, അതിനുശേഷം സ്വന്തം നാട്ടിലേക്ക് പോകും, ഫ്രഞ്ചിലേക്ക്, ലിയോണിലേക്ക് പോകും എന്നാണ് ചൗറുഖ് പറയുന്നത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദേശ സഞ്ചാരികൾ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തെ അല്ല, ഞാൻ പറഞ്ഞു വന്നത് വിദേശ വിനോദസഞ്ചാരികൾ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്, നമ്മുടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനടക്കമുള്ള നമ്മളിൽ വളരെ ഭൂരിഭാഗം ആളുകളാണ് ഇതിലേക്ക് വളരെ പിന്നാക്കം നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും. നമ്മൾ രാവിലെ ഒരു കടലിൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഷ്ലിയുടെ ഒരു സ്റ്റോറി. ഇപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നതിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ചൗറുഖ് ഐസിയ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായതിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനും അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പേര് കൂടെ നിന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു രാജ്യത്തൊക്കെ പോയി ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം ചൗറുഖ് ഐസിയയ്ക്ക് എന്തായാലും അതൊന്നും നേരിടേണ്ടി വന്നില്ല. ഇവിടെ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നു, ഒന്നൊരു വിദേശ പൗരനെ കൈത്താങ്ങായി നിന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വരെ ഇപ്പോൾ സഫലമാക്കി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ചൗറുഖ് ഐസിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ നല്ല ആരോഗ്യവാനായി തന്നെ ഗോകർണത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കട്ടെ. അതിനുശേഷം വളരെ ആരോഗ്യവാനായിട്ട് തന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും സാധിക്കട്ടെ. ശരി രാഹുൽ.